എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്നൊരു ട്രിപ്പിന് വന്നിരിക്കുകയാണ്. അതായത് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള കൊച്ചി സിറ്റി റൈഡ്. അപ്പം നമ്മുടെ ട്രിപ്പ് ടൈം എന്ന് പറയുന്നത് 4 മണി തൊട്ട് 6:20 വരെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓൺലൈൻ ബുക്കിംഗ് ആണ്. അപ്പം ഞങ്ങൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് സീറ്റുകൾ. ഇന്നത്തെ ദിവസം ഒരു മെസ്സേജ് അവരുടെ ഇന്ന് KSRTC വന്നു. അതായത് 4 മണിക്കുള്ള ട്രിപ്പിന് 3:45 റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതനുസരിച്ച് ഞങ്ങളിപ്പോൾ 3:30 കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോൾ. 3:40 ആയിട്ടുള്ളൂ. ഇനി ഒരു 5 മിനിറ്റ് സമയം കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ചില്ല. അത് കാരണം ഒരു ചായ കുടിച്ചിട്ടാകാം യാത്ര തുടങ്ങലെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോ ചായക്കടയിലേക്ക്. കണ്ടക്ടർ ശ്രീ മനോജ് ചാർട്ടൊക്കെ നോക്കി ഞങ്ങളെ രണ്ടുപേരുടെയും പേര് കൺഫേം ചെയ്ത് അകത്ത് താഴെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം അദ്ദേഹം മേളിലേക്ക് പോയി എന്തോ അറേഞ്ച്മെന്റ്സ് മേളിൽ ചെയ്യാനുണ്ട്. മേളിൽ കയറി. ഞങ്ങളുടെ സീറ്റ് ഏറ്റവും ഫ്രണ്ടിലാണ്, സീറ്റ് നമ്പർ 1 and 2. ഞങ്ങൾ ആദ്യത്തെ 2 പാസഞ്ചേഴ്സാണ്. അപ്പം ഞങ്ങൾ മേളിൽ കയറി. ഇപ്പോൾ കുറച്ച് ആൾക്കാർ കയറാനുണ്ട്. അപ്പം കണ്ടക്ടർ ചാർട്ടൊക്കെ നോക്കിയിട്ട് അവരെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിന് ഒരു ബോർഡിംഗ് പോയിന്റും കൂടി ഉണ്ടാവും, ബോട്ട് ജെട്ടിയിൽ. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ കുറച്ച് ആൾക്കാർ കയറാനുണ്ടാവും. ഈവനിങ് ടൈം ആയതുകൊണ്ട് ഓഫീസ് വിട്ട് വരുന്നവരുടെയുമൊക്കെ പോലെ തിരക്ക് കാരണം നഗരത്തിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ട് ഈ ചില സ്ഥലങ്ങളിലൊക്കെ. എങ്കിലും എന്ത് നോക്കാനാ, നമ്മൾ ഇതിൻ്റെ ഡെക്കറിൻ്റെ മുകളിലിരുന്നിട്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കാത്ത.
ഭംഗിയുള്ള സ്ഥലമാണ്. ഈ നോക്കിയേ, ഈ കപ്പൽ അതേപോലെ മറ്റ് എല്ലാ രസകരമായ പിന്നെ പഴയ എയർപോർട്ട്, ഷിപ്പ്യാർഡ്, അങ്ങനെ നേവൽ ബേസ് ഒക്കെ നമുക്ക് രസമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് മോൾ തട്ടിൽ വെറും 200 രൂപയേ ഉള്ളൂ, കാലത്ത് 100 രൂപ. 3 ട്രിപ്പായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് വൈകുന്നേരം 4 മണിക്ക് തുടങ്ങുന്ന എറണാകുളം സ്റ്റാൻഡിൽ തുടങ്ങുന്ന ഫസ്റ്റ് ട്രിപ്പും, അതിനുശേഷം 6:30 തുടങ്ങുന്ന എറണാകുളം ബോട്ടിട്ടി സ്റ്റാൻഡിൽ തുടങ്ങുന്ന സെക്കൻഡ് ട്രിപ്പും, അതേപോലെ ബോട്ടിട്ടി സ്റ്റാൻഡിൽ തുടങ്ങുന്ന 9 മണിക്ക് തുടങ്ങുന്ന തേർഡ് ട്രിപ്പും. റൂട്ട് എന്ന് പറയുന്നത് കൊച്ചി നമ്മുടെ മൃഗം കാണാനായിട്ട് നമ്മൾ ആദ്യം വരുന്നത് എറണാകുളം ബോട്ടിട്ടി സ്റ്റാൻഡാണ്. എറണാകുളം ബോട്ടിട്ടി സ്റ്റാൻഡിൽ നിന്ന് ചെട്ടി മേനക ഹൈക്കോർട്ട് വഴി 3 ഗോസറി പാലം കയറി ഇറങ്ങി നമ്മൾ കാളമുക്ക് ജംഗ്ഷൻ തിരിച്ച് നമ്മൾ ഹൈക്കോർട്ട് കച്ചേരിപ്പടി വഴി MG റോഡ് ചെന്നത് MG റോഡിൽ തേവര വോക്കേറിക്കും. തേവര വോക്കേറിൽ തിരിച്ച് നമ്മൾ ബോട്ടിട്ടി സ്റ്റാൻഡിൽ 2 മണിക്കൂർ യാത്രയാണ് ഇതിനകത്തുള്ളത്. ഈ ട്രിപ്പ് എല്ലാം സെയിം തന്നെ, 3 ട്രിപ്പിനും ഈ റൂട്ട് സെയിം തന്നെ. ഇപ്പോൾ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ, അത് നമ്മുടെ എറണാകുളത്തെ റിട്ടയർഡായ ഇൻസ്പെക്ടർ സലീസ് സാറ് കൊണ്ടുവന്ന ട്രിപ്പാണ്. അതായത് സലീസ് സാറിൻ്റെ മോള് പഠിക്കുന്നത് ഒരു ഭിന്നശേഷിക്കാരി കുട്ടികളായ അവരുടെ സ്കൂളാണ്. അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ മമ്മൂടിയുടെ കക്കാർട്സും ഒക്കെ ആയിട്ട് മമ്മൂക്കാട് റിയൽ ഡ്രീം, അതേപോലെ സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ ആസ്വദിക്കാൻ വേണ്ടി അവർ വന്നിട്ടുണ്ടായിരുന്നു, അഭിനന്ദിക്കാൻ വേണ്ടി അവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് നമുക്ക് ഇതേപോലെ ഒരു ഭിന്നശേഷി കുട്ടികളായ കുറച്ച് കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരും കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഫുൾ ബുക്കിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. രാത്രിയാണ് കൊച്ചി നഗരത്തിന് കൂടുതൽ ഭംഗിയെന്ന് തോന്നും. കാരണം എല്ലാ കടകളും ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല അതിമനോഹരമായ കാഴ്ച ആണ് നമുക്ക് തരുന്നത്. അതൊരു പ്രത്യേക അനുഭൂതിയാണ്.
ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ പാസഞ്ചേഴ്സിന് വേണമെങ്കിലും കുടിക്കാം. അപ്പം ഞങ്ങൾ ഇറങ്ങിയ പോലെ ചായ കുടിച്ചു. സിറ്റി റൈഡ് യാത്ര അവസാനിക്കാറായി. അപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോട്ട് ജെട്ടിയാണ് എറണാകുളം. പക്ഷേ ഞങ്ങൾ കണ്ടക്ടറോട് റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾക്കൊന്ന് ഇടയ്ക്ക് നിർത്താമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സൗത്ത് ഇതിൽ നിർത്തിത്തരാം, കാരണം അപ്പോൾ അതിൻ്റെ അടുത്താണ് മെട്രോ ഉള്ളത്. അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് മെട്രോയിൽ വരാമല്ലോ. ഞങ്ങളുടെ കണ്ടക്ടർ ശ്രീ മനോജ്, അദ്ദേഹത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത്രയ്ക്കും ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളോട് പെരുമാറിയ ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഞങ്ങൾ കയറിയപ്പം മുതൽ ഞങ്ങളുടെ എല്ലാ പാസഞ്ചേഴ്സിനോടും ഉള്ള ആ ഒരു പെരുമാറ്റം അത്യധികം ഫ്രണ്ട്ലി ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഈ ട്രിപ്പിന്റെ ഒരു മഹാത്മ്യവും അതുപോലെ ട്രിപ്പിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള കാര്യങ്ങളും എല്ലാം ഈ യാത്രയിലുടനീളം പറഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ ഓരോ വ്യൂ പോയിന്റിലെത്തുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരിക. അങ്ങനെ എന്തുകൊണ്ടും ശ്രീ മനോജ് തുത്യർഹമായ സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന് ഞങ്ങൾക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്.